കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ ഇവളും മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. ഒരു ക്രൂസിലാണ് പോകുന്നത്. ഇവളെനിക്ക് മേടിച്ചിരുന്നു കേട്ടോ ക്രൂസ്. ബർത്ത്ഡേ ആയിക്കൊണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയതുകൊണ്ട്, വിച്ച് ഈസ് ഗുഡ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ചോദിച്ചു ഷട്ടിൽ ഉണ്ടോയെന്ന്. ഉണ്ട്, പക്ഷെ അതിന് എക്സ്ട്രാ $50 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഊബർ നോക്കിയപ്പോൾ 35 അല്ലേ, 30 or 35. അപ്പോൾ ഞാൻ ഊബറിന് പോകാൻ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ഷിപ്പിൻ്റെ അകത്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ അവിടെ നേരത്തെയാണ് എത്തിയത്. അവർ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. 10 മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തി. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനും പറ്റി. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റൂം. പക്ഷെ ഇത് നമുക്ക് സേഫ് ആണ്, ഒന്നും അറിയത്തില്ല, എന്ത് പറഞ്ഞാലും ഒന്നും അറിയത്തില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തുണിയൊക്കെ മാറി പിന്നെ ഫുള്ള് ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ മെയിൻലി ചെയ്തത് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു ഷിപ്പ്. എന്തൊക്കെ ഉണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫോളോയിങ് ദിവസങ്ങളിലൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കയറുമ്പോൾ നമുക്കൊരു ലൗഞ്ച് ഏറിയാണുള്ളത്. ഞങ്ങൾ മേടിച്ച ടിക്കറ്റിന് ഡ്രിങ്കിങ് പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഡ്രിങ്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ അകത്ത് ബോളിംഗ് ചെയ്യാനും അതേപോലെ ആർക്കേഡ് അങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് കിഡ്സിൻ്റെ ഒരു പൂൾ വരുന്നത്. ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്നവരുടെ ഇങ്ങനെ ബക്കറ്റിൻ്റെ അകത്ത് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്ന അതെല്ലാം ഉണ്ട്. രസമാണ് കാണാൻ. ഞങ്ങളിവിടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ വാട്ടർ സ്ലൈസിലൊക്കെ കയറാൻ പറ്റുന്നത്. അതേപോലെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ക്രൂസിൽ തന്നെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ബാസ്കറ്റ് ബോളിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ നെറ്റ് ഇട്ടിട്ട് അതിൽ കൂടെ പാസ് ചെയ്യാന്ന പോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ ചെരുപ്പ് പൊട്ടയായോണ്ട് എനിക്ക് അങ്ങനെ പേടിയായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം നോക്കി. പിന്നെ ബാഗൊക്കെ വെച്ച് ഇച്ചിരി പാടാണ്ട് ഉടുപ്പൊക്കെ ഇട്ട് പാടായോണ്ട് ഞാൻ പറഞ്ഞ ഷൈന നീ പേടിത്തൂറിയായിട്ട് മാറിയത്. ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കുകയത് എങ്ങനെയത് ചെയ്യേണ്ടത്. വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി പേടി വരും ആദ്യം നമ്മളൊന്ന് കയറുമ്പോൾ. പക്ഷെ ഞാൻ ഈ നമ്മുടെ സൈഡ് നെറ്റ് തന്നെ ഇങ്ങനെ ഒരു സ്ട്രെങ്തിന് വേണ്ടി പിടിച്ചുകൊണ്ടാണ് നമ്മൾ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെയിൽ അവേ പാർട്ടി ആയിരുന്നു. എല്ലാ ഷിപ്പിലെ എല്ലാ ആൾക്കാരും കൂടെ വന്നിട്ട് ഒരു 30 to 1 hour പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങി. നമ്മുടെ സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ആകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തൂടെ കുറേ ഷിപ്പൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു വേൾഡ്സ് ലാർജസ്റ്റ് ക്രൂസ് ഷിപ്പ്, റോയൽ കറേബിയൻ ഇതിന്റെ പേര്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റോളം എടുത്തൊന്ന് പാസ് ചെയ്യാൻ. ഒരു ഐഡിയ ഇട്ട് എത്രത്തോളം വലിപ്പമാണ്. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങൾ അവിടുന്ന് സെയിൽ അവേ ചെയ്തു. ഇത് കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ പോകുമ്പം നമുക്ക് ആ സ്പീഡ് വലുതായിട്ടൊന്നും അറിയത്തില്ല, ഷേക്കിനെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ള ഫുഡുകൾ. അപ്പോൾ നമുക്ക് 2 ബഫേ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഡൈനിങ് ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു റെസ്റ്റോറൻറ്റിലോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ബേസിക്കലി ബഫേ ആണ്. എല്ലാം നല്ല ഫ്രഷും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ലഞ്ച് ആയതുകൊണ്ട് ഈ ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്ക് ലഞ്ചിന് കിട്ടുന്നത്. രാത്രി നമുക്ക് തിയേറ്ററിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യത്തെ ദിവസം ക്വീൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ കവർ സോങ്സ് ആയിരുന്നു ഇവിടെ പാടിയത്.
ആ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോയി. പിന്നെ പിറ്റേ ദിവസം ഓൾറെഡി അവർ നാസു ബഹാമാസിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. ലൈവായിട്ട് തന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ അവർ ഉണ്ടാക്കി തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ നേരത്തെ പാസ് ചെയ്ത റോയൽ കറേബ്യനും എല്ലാ ഷിപ്പുകളും ഇവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ക്രൂസ് കാരണം വരാറുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ, സെയിൽസ് ആൾക്കാരുണ്ട് എക്സ്കേർഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും. അപ്പം ഞാനും ഷൈനും ചൂസ് ചെയ്തത്, ഒന്നാമത് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വന്നേക്കും. അപ്പം നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങിയൊന്നും ചെയ്യണ്ടായിരുന്നു. നമ്മൾ ആ സ്ഥലം മൊത്തം ഒന്ന് കാണാൻ വേണ്ടിയാണ് ഡിസൈഡ് ചെയ്തത്. എന്നിട്ട് ഞാനും ഷൈനും നമുക്ക് നടക്കാൻ പറ്റുന്ന അത്രയും നടന്നു, സ്ഥലമൊക്കെ കണ്ടു. ബീച്ച് ഉണ്ടായിരുന്നു അവിടെ, 2 ടൈപ്പ് ഓഫ് ബീച്ച് ഉണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ബീച്ചും പബ്ലിക് ബീച്ചും ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബീച്ച് ഓരോ ഹോട്ടലിന് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് കുറേ ഇങ്ങനെ കസേരയുള്ള ഇതാണ് പബ്ലിക് ബീച്ച്. അപ്പോൾ നമുക്ക് പ്രൈവറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടൽ നമുക്ക് ഒരു ദിവസം ബുക്ക് എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സിറ്റിയൊക്കെ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോയി. ഭയങ്കര ചൂടായിരുന്നു അവിടെ, അത് ഒന്നാമത് ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. പിന്നെ പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഷിപ്പിലോട്ട് പിന്നെയും കയറി. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഇനി പുറത്തിറങ്ങുന്നില്ല, നമ്മൾ ഷിപ്പിൻ്റെ അകത്തെ വാട്ടർ സ്ലൈഡിലൊക്കെ ഒന്ന് കയറി പോകാമെന്ന് ഓർത്തു. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഫുൾ ഒരു ഈവനിങ് ഞങ്ങൾ സ്ലൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യായിരുന്നു ഞാൻ ഷൈനും. പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി. നമുക്ക് ഡിന്നർ റിസർവേഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നമ്മൾ റെഡിയായി ആ റിസർവേഷൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞങ്ങൾ വന്ന കസേര ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പൈരറ്റ് ഷോ ആയിരുന്നു. അത് അത്യാവശ്യം ആദ്യത്തെ ദിവസത്തിൻ്റെ അത്രയൊന്നും കൊള്ളത്തില്ലായിരുന്നു. സോ അടുത്ത ദിവസം ഞങ്ങൾ MSCയുടെ പ്രൈവറ്റ് ഐലൻഡിലാണ് വന്നത്. സോ MSC ക്രൂസിൻ്റെ ആൾക്കാർ മാത്രമേ ഈ ഐലൻഡിലുള്ളൂ, ബാക്കി ഓരോ ക്രൂസിനും അവരുടെയായിട്ട് പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്. അപ്പം ഞാനും ഷൈനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ പോയി ഐലൻഡ് എല്ലാം കാണുക, എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞങ്ങൾ ഷിപ്പിനകത്ത് വന്ന് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഈ ഒരു ഐലൻഡ് ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഈ നാസു ബഹാമാസിനെക്കാട്ടിലും ഭയങ്കര ക്ലീൻ ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും താഴെ ആരെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതപ്പം തന്നെ അവർ ക്ലീൻ ചെയ്യും. പിന്നെ നമുക്ക് കുറേ ബാർ ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ സെപ്പറേറ്റ് ആയിട്ടുള്ള ബീച്ച് എൻട്രൻസ് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് ഏറ്റവും അവസാനം ഓർത്തു 1-2 ബീച്ച് നമുക്ക് ഇറങ്ങണം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഫുൾ ഐലൻഡ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും അവസാനം ഷിപ്പിൽ തന്നെ തിരിച്ചു പോയി ബീച്ചിൻ്റെ തുണിയിടാൻ വേണ്ടി. ആരായത് ബഹാമ വെള്ളത്തിൽ നിൽക്കുകയാണോ? ഇവിടുത്തെ വാട്ടർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഒരു കപ്പിളുണ്ട്, അവരിങ്ങനെ ബ്രെഡോ എന്തോ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മീനുകൾ. ഞങ്ങൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാണ് കണ്ടത്, കാരണം നമുക്ക് കരി കിട്ടാൻ മതി. പിന്നെ അവർക്കൊരു ചെറിയ ഈവനിങ് പാർട്ടി ഉണ്ടായിരുന്നു.
മൂന്നാമത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഷോ ഉണ്ട് റിസർവ് ചെയ്ത് കാണാൻ, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റും. ഞങ്ങൾ മൈക്കിൾ ജാക്സൺ കണ്ട് മടുത്തു. സോ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ഒരു ലൈറ്റ് ഷോ കാണാമെന്ന് ഓർത്തു. ഈ സത്യം പറഞ്ഞാൽ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അവസാനത്തെ ദിവസം നമ്മുടെ ക്യാപ്റ്റൻസ് എല്ലാവരും കൂടെ വന്ന് അവരൊരു 2-3 പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു. നമുക്കും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഫുൾ ട്രിപ്പ് എൻഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഷൈനും ഡിന്നർ കഴിച്ച് കടന്നുറങ്ങി. ആൻഡ് നെക്സ്റ്റ് ടൈം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. എനിക്ക് ക്രൂസിൽ പോകാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മിഡിൽ ഓഫ് ദ സീ ആയ എന്തെങ്കിലും സിങ്ക് ചെയ്താലോ എന്നുള്ളൊരു പേടി. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പേടി ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് 1 ടൈം എങ്കിലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 1 ടൈം പോയി കഴിഞ്ഞ് ഇനിയും പോകുമോ? ഞാൻ പോകും ഉറപ്പായിട്ടും അല്ലേ. ഫാമിലി ആയിട്ട് പോകാനാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പൊ ഫാമിലിയോ അല്ലെ ഫ്രണ്ട്സോ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറെ നമുക്ക് ക്രൂസിൽ തന്നെ ഉണ്ട്. അല്ല ഇപ്പം വെളിയിൽ പോകാനാണെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാർ റെന്റ് എടുക്കാനുള്ള ATV റെന്റ് എടുത്ത് നമുക്ക് 3-4 പേരെ ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഓൾസോ ഞാൻ ശനി എപ്പോഴും പോയിട്ടുള്ളത് ഓൾ ഇൻക്ലൂസീവ് റിസോർട്സിലാണ് പോയിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്സിന് ക്രൂസിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാം, ഓൾ ഇൻക്ലൂസീവ് എക്സ്പീരിയൻസ് ചെയ്യാം. ഐലൻഡ് ഉണ്ടെങ്കിൽ ഐലൻഡ്, ബീച്ച് ഉണ്ടെങ്കിൽ ബീച്ച്. നമ്മൾ റിസോർട്ടിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റക്കാണ്. അവിടെ തന്നെ ഉള്ള ബീച്ചിൽ നമുക്ക് ലിമിറ്റഡ് ആണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്രൂസിൽ പോകുമ്പോൾ ആ ഒരു ഫുഡ് നമുക്ക് ഒരു പറയേണ്ട ആവശ്യമില്ല. അതേപോലെ എല്ലാ ദിവസവും ഓരോ ഐലൻഡിലാണ് നമ്മളെ കൊണ്ടുവന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പുറത്ത് പോയി കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ് ഉറപ്പായിട്ടും. ഞങ്ങള് ഈ ജമൈക്കയിൽ പോയി കഴിഞ്ഞ്, ജമൈക്കയാണ് ഏറ്റവും നല്ല ഫുഡ് ടിൽ ദിസ് ഇവന്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഷിപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഈവൻ ഇന്ത്യൻ ഫുഡ് ആണെങ്കിലും അവിടെ ഉണ്ട്. നമുക്ക് അച്ചാറ്, സാലഡ്, അതായത് നാട്ടിൽ ചിക്കൻ കറി. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഈവനിങ് പോയപ്പോഴല്ലേ നമ്മുടെ നാട്ടില് കിട്ടത്തില്ല, തട്ടുകടയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ആ സെയിം ടേസ്റ്റില് ഇവിടെ പോലും കിട്ടത്തില്ല. സെയിം ടേസ്റ്റ്. അപ്പോൾ ഓവറോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പായിട്ട് ഞങ്ങൾ ഒരു തവണയും കൂടെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഡ്രിങ്ക് പാക്കേജ് എടുക്കാനായിരിക്കും. അപ്പോൾ ഡ്രിങ്ക് പാക്കേജിന്റെ അകത്ത് ജസ്റ്റ് ആൽക്കഹോൾ മാത്രമല്ല, വേണം നമുക്ക് സ്മൂത്തി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടും. ഈ ഡ്രിങ്ക് പാക്കേജ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈഫൈയും വരത്തില്ല. അത് ചെയ്യുമ്പോൾ ഡ്രിങ്ക് പാക്കേജ് നമ്മൾ ചോദിക്കും, ഡു യു വാണ്ട് ടു ആഡ് ഡ്രിങ്ക് പാക്കേജ് ചോദിക്കും. അപ്പോൾ അതിനകത്ത് പ്ലസ് വൈഫൈ എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ വൈഫൈക്ക് അല്ലാതെ കൊടുക്കണം, സെപ്പറേറ്റ് കൊടുക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വൈഫൈ വേണം ഷിപ്പിൽ. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വിളിക്കണമെന്നുണ്ടല്ലോ അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യണമെന്നുണ്ടല്ലോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സെൽ റിസപ്ഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഓരോ ആപ്പ് ഉണ്ട്, അതിന്റെ eSIM ഡൗൺലോഡ് ചെയ്ത് ഇന്റർനെറ്റ് പാസ് നമുക്ക് വേണേൽ അങ്ങനെ എടുക്കാനും പറ്റും. പിന്നെ ഈ MSCക്ക് തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് നോക്കി കാണാം അവർ ഇവന്റ്സ് എവിടെയൊക്കെയാണ്. 2 ഡേയ്സിന്റെ നമുക്ക് ആപ്പിൽ നോക്കി എന്തൊക്കെ എവിടെയൊക്കെ ഏത് സമയത്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റും. പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് പോകാനും പറ്റും. എത്രയും നേരത്തെ നിങ്ങൾക്ക് ക്രൂസ് ബുക്ക് ചെയ്യാവോ അത്രയും നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് ചീപ്പ്. ആൻഡ് ഇങ്ങനെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ മെമ്മോറിയൽ ഡേ ഡിസ്കൗണ്ട്സ് അങ്ങനത്തെ ഒക്കെ വരും. അപ്പോൾ എടുക്കണം. ഞാൻ എടുത്തത് ഒരു 1 മന്ത് മുമ്പ്. അപ്പൊ നല്ല ചീപ്പിന് കിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടെ പൈസ കൊടുത്തു. ആൻഡ് അഗൈൻ ആ പൈസ കൊടുത്തത് എനിക്ക് തോന്നുന്നു വർത്തിട്ടാന്ന് തോന്നുന്നു. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് വന്ന ക്രൂസും പിന്നെ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് വേണം അവിടെ പോകാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷട്ടിൽ അല്ലെ ഊബർ, അതൊരു എക്സ്പെൻസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ നിങ്ങൾ ഞങ്ങളെപ്പോൾ ആദ്യമായിട്ട് പോകാന്ന് വിചാരിക്കുക, മിക്ക ക്രൂസും 7 ഡേയ്സിന്റെ ഒക്കെ ക്രൂസ് ഉണ്ട്. ഞങ്ങൾ പോയത് 4 ഡേയ്സിന്റെ ക്രൂസാണ്, 4 ഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഡേയ്സിന്റെ പോയി നോക്കിയിട്ട് ഇപ്പം നമ്മൾ പോയല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഫ്യൂച്ചർ ചിലപ്പോൾ ഒരു 7 ഡേ ചിലപ്പോൾ പോയി വരും. എനിവേ നിങ്ങൾ ഇത്ര നേരം കണ്ടത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം